ഹായ് എവരിവൺ, ഇന്ന് നമുക്ക് ഒറട്ടി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. 1.5 കപ്പ് വെള്ളം ഒരു പാനിലെടുക്കുക. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് തേങ്ങയും അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ തേങ്ങ ചേർക്കുക. ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം അരിപ്പൊടി ചേർക്കുക. 2 കപ്പ് അരിപ്പൊടി. ഞാനിവിടെ വറുക്കാത്ത അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ വെള്ളം അരിപ്പൊടിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇടിയപ്പത്തിൻ്റെ മാവ് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ മാവിനെ നമുക്ക് കുഴച്ചെടുക്കാം. ഇതിന് ശരിക്കും ഇപ്പോഴും നല്ല ചൂടുണ്ട്. ആ ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഒത്തിരി അത് തണുത്ത് കഴിഞ്ഞാൽ മാവ് ഡ്രൈ ആയിട്ട് ഉരട്ടി ഒത്തിരി കട്ടിയായി പോവും. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക. ആ വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. കാരണം നല്ല ചൂട് മാവാണ്. നമ്മുടെ കയ്യിൽ ഇത് കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് ചൂട് തട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൈ ഇടയ്ക്ക് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് കൈവച്ച് പിടിക്കാൻ പറ്റുന്ന ചൂടാവുന്നത് വരെ നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ ഈ മാവ് ചിലപ്പോൾ ഒന്ന് ഡ്രൈ ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ വെള്ളത്തിൽ കൈ മുക്കുന്നത്. കാരണം കൈ ഇടയ്ക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ ആ ഡ്രൈനെസ് ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഈ മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഇത്ര കട്ടി ഉണ്ടാവണം, ഒത്തിരി സോഫ്റ്റായി പോകരുത്. അധികം വെള്ളം വരാതെ നോക്കുക. ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാനൊരു സിപ്ലോക്ക് കവറ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് കൈവച്ചാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇതിന് പകരം ചപ്പാത്തി പരത്തുന്ന പോലെ ചപ്പാത്തി റോളർ ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കുന്നത് താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ഉരുള എടുക്കാം. അത് നന്നായിട്ടൊന്ന് ഉരുട്ടി സ്മൂത്താക്കി ഒന്ന് എടുക്കാം. ഇനി ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെച്ചിരിക്കുക. എപ്പോഴും നമ്മുടെ വിരലിൻ്റെ അറ്റം ഇതുപോലെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഈ മാവിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഉരട്ടി എപ്പോഴും കുറച്ച് കട്ടി ഉണ്ടാവും. അതിന് തീരെ തിന്നായിട്ട് പരത്തരുത്. അതുപോലെ തന്നെ ഉരട്ടിയുടെ അറ്റം ഒരിക്കലും സ്മൂത്ത് ആയിരിക്കില്ല. ഇങ്ങനെ പൊട്ടുന്ന പോലെ തന്നെയാണ് അതിരിക്കുന്നത്. കുറച്ച് കട്ടിക്ക് പരത്തിയെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഉരട്ടി നമ്മൾ തയ്യാറാക്കുമ്പോൾ പരത്തിയ ഉടനെ തന്നെ നമ്മളത് ചുട്ടെടുക്കണം. ചപ്പാത്തിയും പത്തിരിയൊന്നും വെക്കുന്ന പോലെ ഒത്തിരി എണ്ണം പരത്തി വെച്ചിട്ട് ചെയ്യരുത്. ഉടനെ തന്നെ ചുട്ടെടുക്കുക. അതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റിൽ പരത്തിയേക്കുന്ന കാരണം എളുപ്പത്തിൽ ഇങ്ങനെ ഇളക്കിയെടുക്കാനും പറ്റും. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള മാവ് എപ്പോഴും ഒരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്യുക, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇതൊരു പാൻ ചൂടാക്കി നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ പാൻ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഉരട്ടി ഇട്ട് കൊടുക്കാം. ഇനി തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് ചുട്ടെടുക്കുക. ചെറിയ തീയിലിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിന് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നന്നായിട്ട് വേവുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ തീയിൽ കുക്ക് ചെയ്യുന്നത്. ഇത് ഇടയ്ക്ക് ഇങ്ങനെ 2 സൈഡും തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഉരട്ടിയുടെ 2 സൈഡ് ഇതുപോലെ ബ്രൗൺ സ്പോട്ട്സ് കണ്ടു തുടങ്ങുമ്പോൾ നമുക്കിത് മാറ്റാം. ചെറിയ സ്പോട്ട്സ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്.
അത് കുക്കായിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ ഉരുട്ടിയും തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ ഉരുട്ടിയെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് നോൺ വെജ് കറിയുടെ കൂടെയോ വെജ് കറിയുടെ കൂടെയോ സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.